ക്ലാസ്സിൽ നമ്മൾ യൂട്ടിലിറ്റി എന്നുള്ള ഭാഗമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ യൂട്ടിലിറ്റിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഒന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. ഇതിൽ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് യൂട്ടിലിറ്റിനെ നമുക്ക് കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ്. അതായത് നമുക്ക് ഈ 1, 2, 3, 4, 5 ഈ നമ്പേഴ്സ് ആണ് കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂട്ടിലിറ്റിനെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ അതിന് 10 യൂട്ടിൽസ് കിട്ടി അല്ലെങ്കിൽ 20 യൂട്ടിൽസ് കിട്ടി, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്താ, മാർജിനൽ യൂട്ടിലിറ്റി എന്താ, ടോട്ടൽ യൂട്ടിലിറ്റിയുടെയും മാർജിനൽ യൂട്ടിലിറ്റിയുടെയും കർവിന്റെ ഷേപ്പ് എന്താ, എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഇതിൽ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്ടിലിറ്റിനെ നമുക്ക് കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്ന് 10 യൂട്ടിൽസ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ഇതിന്ന് 5 യൂട്ടിൽസേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഇതിന്ന് 100 യൂട്ടിൽസ് കിട്ടി, അങ്ങനെയൊക്കെ ഈ കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരിക്കലും യൂട്ടിലിറ്റിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഈ യൂട്ടിലിറ്റി എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, എനിക്ക് ആ ഓരോ കമ്മോഡിറ്റിക്കും എനിക്ക് റാങ്ക് കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഓരോ കമ്മോഡിറ്റിനെ എനിക്ക് കമ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. ഇന്റെ പ്രിഫറൻസിനനുസരിച്ചിട്ട്, ഇന്റെ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ചിട്ട് എനിക്ക് റാങ്ക് കൊടുക്കാനേ പറ്റുള്ളൂ എന്നാണ് എന്തിൽ പറയുന്നത്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഹോട്ടലിൽ കയറി ചെന്നു എന്ന് വിചാരിച്ചു, ഞാനൊരു ഹോട്ടലിൽ കയറി ചെന്നു. അപ്പൊ അവിടെ എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് നോക്കി, ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ചെന്നാട്ടോ. അപ്പൊ അവിടെ ബിരിയാണി ഉണ്ട്, ചോറുണ്ട്, സാധാ ചോറുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട്, എനിക്ക് ഏതിനോടാണോ എനിക്ക് പ്രിഫറൻസ് അതിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് റാങ്ക് കൊടുക്കാം. അതായത് ബിരിയാണിക്ക് ഞാൻ എന്ത് കൊടുക്കും, എനിക്ക് ബിരിയാണി ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ബിരിയാണിക്ക് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും, അതായത് ഫസ്റ്റ് റാങ്ക് കൊടുക്കും. ചോറിന് ഞാൻ എന്തേ ചെയ്യുള്ളൂ, രണ്ടാമത്തെ റാങ്കേ കൊടുക്കുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ റാങ്ക് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് ആ ഒരു കമ്മോഡിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബിരിയാണിയാണ് കഴിച്ചെങ്കിൽ എനിക്ക് 100 യൂട്ടിൽസ് കിട്ടിയായിരുന്നു, ചോറ കഴിക്കണമെങ്കിൽ എനിക്ക് 10 യൂട്ടിൽസേ കിട്ടുള്ളൂ, അങ്ങനെ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ എന്താ പറയുന്നത്, ഇന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇന്റെ താല്പര്യം അനുസരിച്ചിട്ട് എനിക്ക് അതിന് റാങ്ക് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ബിരിയാണിക്ക് ഞാൻ ഫസ്റ്റ് റാങ്ക് കൊടുത്തു, എന്റെ പ്രിഫറൻസ് കൂടുതൽ അതിനാണ്, അതിന് ഞാൻ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. രണ്ടാമത് ഞാൻ ചോറിന് ഞാൻ സെക്കൻഡ് റാങ്കേ കൊടുത്തുള്ളൂ. ഇങ്ങനെ എനിക്ക് പ്രിഫറൻസ്, എന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് എനിക്ക് റാങ്ക് കൊടുക്കാനേ പറ്റുള്ളൂ എന്നാണ് എന്തിൽ പറയുന്നത്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി എന്നുള്ള ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് JR ഹിക്സ് എന്ന് പറയുന്ന ഒരാളാണ്. JR ഹിക്സ് ആണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നുള്ള കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂൾ ആണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് പിന്നീട് പഠിക്കാൻ പോകുന്നത് ഈ ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് JR ഹിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൂൾ ആണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു കടയിൽ കയറി ചെന്നു എന്ന് വിചാരിച്ചു, നമ്മളൊരു കടയിൽ കയറി ചെന്നു. അപ്പൊ നമ്മളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധനങ്ങൾ വാങ്ങും. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ താല്പര്യമുള്ളത്, നമ്മുടെ ആ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് വാങ്ങുക, നമ്മൾ സാധനങ്ങൾ വാങ്ങുക, ശരിയല്ലേ? അപ്പൊ നമുക്ക് കടക്കാരൻ എന്ത് ചെയ്യും, എത്ര സാധനമാണോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അത്രയും സാധനങ്ങൾ നമുക്കൊരു കവറിൽ ഇട്ട് തരും. അപ്പൊ ഈ കവറിനെ നമുക്ക് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാം, ഉപഭോഗ ബണ്ടിൽ എന്ന് പറയാം. പക്ഷെ നമുക്ക് ഞാനൊരു കൺസ്യൂമർ ആണ്, നമ്മളെല്ലാവരും ഒരു കൺസ്യൂമർ ആണ്, നമുക്ക് എത്ര സാധനങ്ങൾ വേണേലും വാങ്ങാം. പക്ഷെ ഇവിടെ നമ്മൾ എന്തേ ചെയ്യുള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കൺസ്യൂമർ ആണ്, നമുക്ക് ശരിയാണ്, പക്ഷെ നമ്മളിവിടെ 2 സാധനമേ വാങ്ങുള്ളൂ. കാരണം എന്താണ്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാം, പക്ഷെ നമ്മൾ ഈ ഗ്രാഫിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഗ്രാഫിൽ 2 സാധനങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്തേ ചെയ്യുള്ളൂ, നമ്മൾ 2 സാധനങ്ങളെ വാങ്ങുള്ളൂ. അങ്ങനെ അസ്യൂം ചെയ്യാം, നമ്മൾ 2 സാധനമേ വാങ്ങുള്ളൂ എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ കടക്കാരൻ എന്ത് ചെയ്യും, നമ്മൾ 2 സാധനങ്ങൾ, ഇപ്പൊ XY എന്ന് പറയുന്ന 2 സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ XY എന്ന് പറയുന്നത് 2 സാധനം എന്തും ആയിക്കോട്ടെ, ആപ്പിളോ ഓറഞ്ചോ എന്തും ആയിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 2 സാധനം വാങ്ങിയിട്ടുണ്ട്. അത് ആ കടക്കാരന് ഒരു കവറിൽ ഇട്ട് തരില്ലേ? ആ കവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കൺസംഷൻ ബണ്ടിൽ അല്ലെങ്കിൽ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയാം.
അതായത് ആ കവറിൽ എന്തുണ്ട്, രണ്ട് കമ്മോഡിറ്റി ആണുള്ളത്. ആ രണ്ട് കമ്മോഡിറ്റിയുടെ രണ്ട് കോമ്പിനേഷൻ, അതായത് എത്ര എണ്ണം ആവാം. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട്, വൈ എന്ന് പറയുന്ന 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 5x-ഉം 4y-യും, അതായത് അത് എന്തോ ആയിക്കോട്ടെ, എക്സ് പറയുന്നത് ആപ്പിൾ ആയിക്കോട്ടെ, വൈ എന്ന് പറയുന്നത് ഓറഞ്ച് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, 5 ആപ്പിളും 5 ഓറഞ്ചും ആ കവറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാം. അതായത് ഉപഭോഗ ബണ്ടിൽ എന്ന് പറയാം. ഞാനിപ്പോൾ ആ സാധനം വാങ്ങിയിട്ടുണ്ട്, എന്റെ കയ്യിൽ എന്തുണ്ട്, ആ കവർ ഉണ്ട്, എന്റെ കയ്യിൽ ഒരു കൺസംഷൻ ബണ്ടിൽ ഉണ്ട്. ഇതിൽ എന്തൊക്കെയുള്ളത്, 5x പറയുന്ന ഒരു സാധനമുണ്ട്, 4y എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതായത് 5 ആപ്പിൾ എന്ന് പറയുന്ന സാധനം ഉണ്ട്, 5 ഓറഞ്ച് 4 ഓറഞ്ച് പറയുന്ന സാധനം ഉണ്ട് എന്ന് വിചാരിക്കാം. അതായത് ഞാനൊരു കടയിൽ പോയിട്ട് വാങ്ങി, ഈ ഒരു എന്റെ കയ്യിലിരിക്കുന്ന എന്താ, കൺസംഷൻ ബണ്ടിലാണ്, ഒരു കവർ ഉണ്ട്. ഞാൻ ഇപ്പൊ ഈ കവറിൽ എത്ര ഉണ്ട്, 5x ഉണ്ട് 4y ഉണ്ട്. അതായത് 5x ഉണ്ട് 4y ഉണ്ട്, 5 ആപ്പിളും ഉണ്ട് 4 ഓറഞ്ചും ഉണ്ട്. അപ്പൊ ഞാൻ വേറൊരു വീട്ടിലേക്കും കൂടി പറഞ്ഞിട്ടുണ്ട്, സാധനം പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത വീട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എന്നോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 5 ആപ്പിളും 4 ഓറഞ്ചും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതും വാങ്ങി. അവന്റെ അടുത്ത് എന്തുണ്ട്, 2 ബണ്ടിലുണ്ട്, 2 കൺസംഷൻ ബണ്ടിലുണ്ട്. ഇതിലും എന്തുണ്ട്, 5 ഓറഞ്ചും 4 ആപ്പിളും, അതായത് 5x-ഉം 4y-യും ഇതിലും ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ കടക്കാരൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഒരു ആപ്പിൾ എടുത്തിട്ട് ഒരു കവർക്ക് കിട്ടും. അതായത് ഒരു ആപ്പിളും കൂടി എടുത്തിട്ട് എന്ത് ചെയ്തു, അതായത് ഒരു വൈ കൂടി എടുത്തിട്ട് ഈ ഒരു ബണ്ടിലേക്ക് ഇട്ടു എന്ന് വിചാരിച്ചോ. അതായത് ഇപ്പൊ എന്താണ് എന്റെ കയ്യിലുള്ളത്, ഈ വലത്തെ കയ്യിൽ എന്തുണ്ട്, 5x-ഉം 4y-യും ഉണ്ട്. അതേപോലെ തന്നെ ഇടത്തെ കയ്യിലോ 5x-ഉം 5y-യും ആയി. അതായത് ഒന്നും കൂടി എടുത്തിട്ടപ്പോ ഇപ്പൊ ഞാൻ ഏത് കവറായിരിക്കും ഞാൻ പ്രിഫറൻസ് ചെയ്യുക. അതായത് ഞാൻ എന്റെ പ്രിഫറൻസ് ഏത് കവറിനോടായിരിക്കും, എനിക്ക് ഏത് കവർ എടുക്കാനാവും എനിക്ക് താല്പര്യം. കാരണം അടുത്ത വീട്ടിലേക്ക് പറഞ്ഞിട്ടുള്ളത് 5x-ഉം 4y-യും വാങ്ങാനാണ്. എന്റെ വീട്ടിലേക്ക് ഞാൻ 5x-ഉം 4y-യും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ കടക്കാരൻ എന്ത് ചെയ്തു, ഒരു വൈ കൂടി ഒരു കവറിൽ കൂടുതൽ ഇട്ട് തന്നു, വെറുതെ വെച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഏതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക, ഞാൻ ആ ഒരു വൈ കൂടുതലുള്ളതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. അതായത് ഇതിൽ 5x-ഉം 4y-യും ആണ്, ഈ കയ്യിലോ 5x-ഉം 5y-യും ഇപ്പൊ ആയിട്ടുണ്ട്. അതായത് ഞാൻ ഏത് പ്രിഫർ ചെയ്യും, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ സാധനം ഏതിലാണുള്ളത് അത് ഞാൻ പ്രിഫർ ചെയ്യും. ഇതിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് പറയും. അപ്പൊ നമ്മൾ കടയിൽ ചെന്നിട്ട് 2 സാധനമാണ് വാങ്ങുന്നത്, എക്സും വാങ്ങുന്നുണ്ട്, വൈയും വാങ്ങുന്നുണ്ട്. ഇതൊരു കവറാന്ന് വിചാരിക്കട്ടോ. നമ്മൾ കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവറാണല്ലോ. അപ്പൊ നമ്മൾ കവറൊന്നും വരയ്ക്കേണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എക്സ് എത്ര വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ആദ്യം ഞാൻ 2 വീട്ടിക്കും ഞാൻ 5x-ഉം 4y-യും വാങ്ങാനാണ് പോയത്. അപ്പൊ ആദ്യത്തെ കവറിൽ കടക്കാരൻ 5x-ഉം 4y തന്നെ ഇട്ടുന്നു. രണ്ടാമത്തേതിൽ ഞാൻ 5x-ഉം 4y-യാണ് വാങ്ങിയത്. പക്ഷെ എന്ത് ചെയ്തു, ആ കടക്കാരന് ഒരു y കൂടുതൽ ഇട്ടുന്നു. അതായത് ഇപ്പൊ എത്രയായി, 5x-ഉം 5y-യും ആയി. അപ്പൊ ഞാൻ ഇതിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക, ഞാൻ രണ്ടും, ഒന്ന് എന്റെ വീട്ടിക്കും വാങ്ങിയതാണ്, ഒന്ന് വേറെ വീട്ടിക്കും വാങ്ങിയതാണ്. പക്ഷെ ആ വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഒന്നിൽ എത്ര ഇട്ട് കൊടുത്തു എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ സാധനം ഏത് ബണ്ടിലാണോ ആ ബണ്ടിൽ ഞാൻ സെലക്ട് ചെയ്യും. ശരിയല്ലേ? അതായത് ഇതായിരിക്കും ഞാൻ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത്, ഈ ബണ്ടിലിനായിരിക്കും. ഞാൻ ഇതിനെ എന്തേ കൊടുക്കുള്ളൂ, സെക്കൻഡ് റാങ്കേ കൊടുക്കുള്ളൂ. അതായത് ഞാൻ പ്രിഫർ ചെയ്യുക ഈ ഏറ്റവും കൂടുതൽ സാധനം, അതായത് ഒരു സാധനമെങ്കിലും ഏറ്റവും കൂടുതൽ ഏതിലുണ്ട്, ഈ കവറിലുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു കവർ പ്രിഫർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയാം. മോണോട്ടോണിക് പ്രിഫറൻസ്, ഇതാണ് മോണോട്ടോണിക് പ്രിഫറൻസ്. അതായത് ഒരു ബണ്ടിലിനെ അപേക്ഷിച്ചിട്ട് ഒരു വസ്തുവെങ്കിലും, അതായത് ഇവിടെ വൈ എന്നുള്ളത് എന്തുണ്ട്, രണ്ടാമത്തെ ബണ്ടിലിൽ ഒരു യൂണിറ്റ് കൂടുതലുണ്ട്. അതായത് ഒരു വസ്തുവെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനെ ആ ഒരു പ്രിഫറൻസിനെ, ആ ഒരു നമ്മുടെ ആ താല്പര്യത്തിനെ എന്തെന്ന് പറയാം, മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയാം. അപ്പൊ ഇതിന് പകരം ഈ ഒരു കവറിൽ, ആദ്യത്തെ കവറിൽ 5x-ഉം 4y-യും, പക്ഷെ രണ്ടാമത്തെ കവറിൽ എന്ത് ചെയ്തു, ഒരു എക്സ് കുറച്ചിട്ട്, അതായത് ഇവിടെ 5x എന്നുള്ളത് 4x ആക്കിയിട്ട് ഒരു y കൂട്ടി, അതായത് 5y ആക്കി എന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക, നമുക്ക് ഈ എക്സും വൈയും ഒരേപോലെ തന്നെയാണ് സാധനം, നമുക്ക് രണ്ടിനോടും ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, 5x-ഉം 4y-യും ഒരു ബണ്ടിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബണ്ടിലും 5x-ഉം 4y ആയിരുന്നു. പക്ഷെ അതെന്തായി, ഒരു എക്സ് കുറച്ചിട്ട് ഒരു വൈ കൂടുതൽ ഇട്ട് കൊടുത്തു ഒരു കവറിൽ എന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ 2 കവറിലും എങ്ങനെയാണ്, ആദ്യത്തെ കോമ്പിനേഷനിൽ 5x-ഉം 4y-യും ഉണ്ട്. രണ്ടാമത്തെ കോമ്പിനേഷനിലോ 4x-ഉം 5y-യും ആണുള്ളത്. ഇപ്പൊ നമ്മൾ ഏതിനായിരിക്കും ഫസ്റ്റ് റാങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഏതായിരിക്കും നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുക,
നമുക്ക് പറയാൻ പറ്റില്ലല്ലേ, കാരണം രണ്ടും നമുക്ക് ഒരേപോലെയാണ്. കാരണം ഒന്നിൽ ഒരു സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലുണ്ട്, മറ്റേതിലാണെങ്കിലോ മറ്റൊരു സാധനം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഏതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഏതിനാണ് കൊടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ബണ്ടിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇൻഡിഫറന്റ് ബണ്ടിൽ എന്ന് പറയാ. ഇൻഡിഫറന്റ് ബണ്ടിലാണ്. അതായത് ഇങ്ങനെയുള്ള ബണ്ടിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇൻഡിഫറന്റ് ബണ്ടിൽ എന്ന് പറയാം. അതായത് നമുക്ക് ഈ രണ്ട് ബണ്ടിലിൽ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. അതായത് നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു സാധനം, അതായത് വൈ എന്നുള്ളത് കൂടുതലുള്ള ഒരു കവർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത വീട്ടിലേക്ക് കൊടുത്തപ്പോൾ എന്താ ചെയ്തത്, ആ 5x 4y ഉള്ള കവർ അവിടെ കൊടുത്തിട്ട് 5x 5y ഉള്ള കവർ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രിഫറൻസിന് നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസ് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് ഒരു കവറിൽ എന്തുണ്ട്, 5x 4y ഉണ്ട്, രണ്ടാമത്തെ കവറിലോ 4x 5y ആണ്. അതായത് ഒന്നിന്റെ അളവ് കുറഞ്ഞു, മറ്റേതിന്റെ അളവ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് കവർ ഞാൻ എടുത്താലും എനിക്കൊരു പ്രശ്നമില്ല, ഏത് ബണ്ടിൽ ഞാൻ എടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഏതാണെങ്കിൽ എടുക്കും, അതായത് അത് ഏത് കവർ എടുക്കണമെന്ന് തന്നെ നോക്കില്ല. ഞാൻ എന്ത് ചെയ്യും, ഒരു കവർ അപ്പുറത്തേക്ക് കൊടുക്കും, ഒരു കവർ ഇവിടെ എടുക്കും. അതായത് ഇങ്ങനെയുള്ള ഈ ഒരു പ്രിഫറൻസിനെയാണ് എന്തെന്ന് പറയാ, ഇൻഡിഫറന്റ് ബണ്ടിൽ എന്ന് പറയാം. അതായത് ഇതാണ് ഇൻഡിഫറന്റ് ബണ്ടിൽ. അതായത് ഇതിൽ ഏത് ബണ്ടിൽ സെലക്ട് ചെയ്താലും നമുക്ക് ഒരു പ്രശ്നമില്ല, കാരണം ഇത് രണ്ടും നമുക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് തരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ ഇൻഡിഫറന്റ് ബണ്ടിൽസിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കർവ് കിട്ടും. ആ കർവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. അതായത് ഇങ്ങനെ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ബണ്ടിൽസിനെ നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കർവാണ് എന്ത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ ബണ്ടിൽസും തരുന്നത് എന്തായിരിക്കും, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതിനുള്ള കാരണം എന്താണ്, ഇവിടെ ഒരു വസ്തുവിന്റെ അളവ് കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത വസ്തുവിന്റെ അളവ് കൂട്ടുന്നത്. അതല്ലാതെ ഒന്നിന്റെ അളവ് അവിടെ സ്ഥിരമായിട്ട് വെച്ചിട്ട് നമ്മൾ അടുത്തതിന്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, നമ്മൾ കൂടുതലുള്ളതേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കൂടുതലുള്ളതേ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ. അതിനെയാണ് നമ്മൾ മോണോട്ടോണിക് പ്രിഫറൻസ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഒന്നിന്റെ അളവ് കുറച്ചിട്ടാണ് നമ്മൾ മറ്റേതിന്റെ അളവ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബണ്ടിൽസ് തമ്മിൽ അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻസ് തമ്മിൽ എന്തില്ല, നമുക്ക് ഡിഫറൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, ഇൻഡിഫറന്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഡിഫറന്റ് കോമ്പിനേഷൻസ് ജോയിൻ ചെയ്തിട്ട് വരച്ചാൽ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് കോമ്പിനേഷൻസ് നോക്കാം, ഇൻഡിഫറന്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ബണ്ടിൽസ് നമുക്ക് നോക്കാം. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് കമ്മോഡിറ്റിയുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ കോമ്പിനേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ ബണ്ടിൽസ് ഒക്കെ എന്ന് പറയുന്നത് ഇൻഡിഫറെന്റ് ബണ്ടിലാന്ന് ഞാൻ പറയും. കാരണം എന്താ, ഈ ബണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ ഓരോ യൂണിറ്റ് എക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വൈയുടെ അളവ് ഞാൻ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിന്റെ അളവ് കൂട്ടിയിട്ടാണ് ഒന്നിന്റെ അളവ് കുറച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മറ്റൊന്നിന്റെ അളവ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബണ്ടിൽസ് ഒക്കെ എന്താണ്, ഇൻഡിഫറന്റ് ബണ്ടിലാണ്. കാരണം ഇതിലേക്ക് ഒന്നിനോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. കാരണം ഒന്നിന്റെ അളവ് കുറയുമ്പോഴാണ് മറ്റേതിന്റെ അളവ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇത് ഇൻഡിഫറന്റ് ബണ്ടിലാണ്. അപ്പൊ ഈ ബണ്ടിലിനെ നമുക്ക് ഈ ഷെഡ്യൂളിലേക്ക് എടുത്ത് എഴുതാട്ടോ. അതായത് ഇതിൽ എക്സ് എന്ന് പറയുന്നതിന്റെ അളവാണ് ഈ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്, വൈ എന്ന് പറയുന്ന വസ്തുവിന്റെ അളവാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് ഈ ഷെഡ്യൂളിലേക്ക് എടുത്ത് എഴുതാം. ആദ്യത്തെ എ എന്നുള്ള കോമ്പിനേഷൻ ഇതാണ്, എ ബി സി ഡി ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ എ എന്നുള്ള കോമ്പിനേഷനിൽ ഗുഡ് എക്സിന്റെ അളവ് എത്രയാണ്, 1 യൂണിറ്റ് ആയിരുന്നു. ആദ്യം 1 യൂണിറ്റ് ആയിരുന്നു ഗുഡ് എക്സ്. അപ്പൊ ആ സമയത്ത് ഗുഡ് വൈയുടെ അളവ് എത്രയാണ്, 7 യൂണിറ്റ് ഗുഡ് വൈ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ചെയ്തത്, 1 യൂണിറ്റ് ഗുഡ് എക്സ് കൂട്ടി ഞാൻ 1 യൂണിറ്റ് ഗുഡ് എക്സ് കൂട്ടി, 1 യൂണിറ്റ് ഗുഡ് എക്സ് കൂട്ടി, ഗുഡ് വൈ 7 ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, മോണോട്ടോണിക് പ്രിഫറൻസ് പറയാം. ഇവിടെ എന്താണ്, ഇത് ഇവിടെ ഇൻഡിഫറന്റ് ബണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് നമുക്ക് ഇൻഡിഫറന്റ് ആയിട്ടുള്ള പ്രിഫറൻസ് നമ്മൾ കാണിക്കാൻ പോകുന്നത്, മോണോട്ടോണിക് പ്രിഫറൻസ് അല്ല നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിന്റെ അളവ് 1 കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൈയുടെ അളവ് കുറയ്ക്കുന്നുണ്ട്. അതായത് വൈ കുറയ്ക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡിഫറന്റ് ബണ്ടിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 7 എന്നുള്ളത് 4 ആയിട്ട് കുറച്ചിട്ടുണ്ട്, വൈയുടെ അളവ് 4 ആയിട്ട് കുറച്ചു. വീണ്ടും 1 യൂണിറ്റ് കൂടി എക്സ് കൂട്ടി, അതായത് 2 എന്നുള്ളത് 3 ആയി, 3 ആക്കി എന്ത് ചെയ്തു, ഗുഡ് വൈയുടെ അളവ് കുറച്ചിട്ടുണ്ട്. 4 എന്നുള്ളത് എത്രയായി, 2 ആയിട്ട് കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡിഫറന്റ് ആണ് കേട്ടോ. കാരണം ഒന്നിന്റെ അളവ് കൂട്ടുമ്പോൾ മറ്റേതിന്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗുഡ് എക്സിന്റെ അളവ് 1 യൂണിറ്റ് കൂടി കൂട്ടി, ഗുഡ് എക്സിന്റെ അളവ് 1 യൂണിറ്റ് കൂടി കൂട്ടി, അതായത് 4 ആക്കി. അപ്പൊ വൈയുടെ അളവ് എന്ത് ചെയ്തിട്ടുണ്ട്, വൈയുടെ അളവ് വീണ്ടും കുറച്ചിട്ടുണ്ട്. അപ്പൊ 1 യൂണിറ്റ് ആക്കിയിട്ടുണ്ട്.
അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് എന്ന് പറയാം, ഇൻഡിഫറൻറ്റ് ബണ്ടിൽ എന്ന് പറയാം. കാരണം ഒരു യൂണിറ്റ് ഇവിടെ കൂട്ടുമ്പോഴാണ്, ഒരു ഗുഡ് എക്സിന്റെ അളവ് ഇവിടെ കൂട്ടുമ്പോൾ ഗുഡ് വൈയുടെ അളവ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. ഒന്നിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റേതിന്റെ അളവ് കുറയ്ക്കുന്ന ആ ഒരു ബണ്ടിലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഇൻഡിഫറൻറ്റ് ബണ്ടിൽ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ 4 കോമ്പിനേഷൻസ് നമ്മൾ കണ്ടു. ഇത് എല്ലാം എന്താണ്, ഇൻഡിഫറൻറ്റ് ആണ്. കാരണം ഇതിൽ ഏത് സെലക്ട് ചെയ്താലും ഒരു കൺസ്യൂമറിന് എന്തില്ല, വേറെ പ്രത്യേകത ഒന്നുമില്ല. കാരണം ഇതിൽ ഏത് സെലക്ട് ചെയ്താലും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അയാൾക്ക് തരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നിന്റെ അളവ് കൂട്ടിയിട്ടാണ് മറ്റേതിന്റെ അളവ് കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിന്റെ അളവ് കുറച്ചിട്ടാണ് മറ്റേതിന്റെ അളവ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതും അയാൾക്ക് എന്താണ്, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് ഇതിൽ എല്ലാം അയാൾക്ക് ഇൻഡിഫറൻറ്റ് ആണ്. അയാൾ ഇവിടെ ഇൻഡിഫറൻറ്റ് ആണ്. കാരണം ഇയാൾക്ക് ഏത് സെലക്ട് ചെയ്താലും ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഇതിനെ നമ്മൾക്ക് ഒരു കർവിലേക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ ജോയിൻ ചെയ്തിട്ട് ഒരു കർവിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻഡിഫറൻസ് കർവ് നമുക്ക് കിട്ടും. ഇൻഡിഫറൻസ് കർവ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് എക്സ് എന്നുള്ളത് ഓരോ യൂണിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വൈയുടെ അളവ് കുറയ്ക്കുന്നുണ്ടല്ലോ, അത് എത്രയെ നോക്കാം. അതായത് ഇവിടെ നമുക്ക് ആദ്യത്തത് നമുക്ക് നോക്കണ്ട. ആദ്യം നമുക്ക് ഒരു യൂണിറ്റ് എക്സ് ഉണ്ടായിരുന്നു, വൈ 7 യൂണിറ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത്തത് ഗുഡ് എക്സ് ഒരു യൂണിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗുഡ് വൈ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് വൈ എന്നുള്ള കമ്മോഡിറ്റി, വൈ എന്നുള്ള വസ്തു നമ്മൾ വേണ്ട വെച്ചിട്ടുണ്ട്. അതിന്റെ അളവ് എത്രയാണ്, 7 എന്നുള്ളത് 4 ആയി. അതായത് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എത്ര, ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 4 3. അതായത് 7 എന്നുള്ളത് 4 ആയി, അതായത് 3. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എത്ര, എക്സിലുള്ള ചേഞ്ച് എത്രയാണ്, 1 എന്നുള്ളത് 2 ആയി, അതായത് 1. അതായത് ഒരു യൂണിറ്റ് എക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര യൂണിറ്റ് വൈയാ വേണ്ടാന്ന് വെച്ചത്, 3 യൂണിറ്റ് വൈയാണ് വേണ്ടാന്ന് വെച്ചത്. ശരിയല്ലേ? അതേപോലെ തന്നെ അടുത്തത് ഒരു യൂണിറ്റ് കൂടി ഗുഡ് എക്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് 2 എന്നുള്ളത് 3 ആക്കാൻ വേണ്ടിയിട്ട് ഗുഡ് വൈ എത്ര വേണ്ടാന്ന് വെച്ചു, 2 യൂണിറ്റ് ഇവിടെ വേണ്ട വെച്ചിട്ടുണ്ട്. 4 എന്നുള്ളത് 2 ആയി, അതായത് 2 യൂണിറ്റ് വേണ്ട വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ എത്ര നമ്മൾ വേണ്ട വെച്ചത്, 2 യൂണിറ്റ്. അതേപോലെ തന്നെ ഒരു യൂണിറ്റ് ഗുഡ് എക്സ് കൂടി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് 3 എന്നുള്ളത് 4 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗുഡ് വൈ എന്ത് ചെയ്തിട്ടുണ്ട്, 1 യൂണിറ്റ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1 യൂണിറ്റ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ഇതിനെ ചുരുക്കിയിട്ട് MRS എന്ന് പറയും, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ഒരു കമ്മോഡിറ്റി, എക്സ് എന്നുള്ള കമ്മോഡിറ്റിയാണ് ഇവിടെ നമ്മൾ എടുത്തത്. ഒരു കമ്മോഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ഒരു കമ്മോഡിറ്റിയുടെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്മോഡിറ്റിയുടെ അളവ് നമ്മൾ കുറയ്ക്കുന്നുണ്ടല്ലോ, ആ കുറയ്ക്കുന്ന അളവിന്, ആ നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, MRS അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ MRS കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്നാണ് ഇതിനെ നമുക്ക് മലയാളത്തിൽ പറയാം. ഇത് കാണാൻ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കാണാൻ പറ്റും. അതായത് MRS കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടാൽ മതി. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വൈ എന്നുള്ളതിലുള്ള ചേഞ്ച്. അതായത് 7 എന്നുള്ളത് 4 ആയി, അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ വൈ എത്രയാണ്, 3. 4 എന്നുള്ളത് 2 ആയി, ഡെൽറ്റ വൈ എത്ര, 2. 2 എന്നുള്ളത് 1 ആയി, ഡെൽറ്റ വൈ എത്ര, 1. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച്. 1 എന്നുള്ളത് 2 ആയി, ഡെൽറ്റ എക്സ് എത്രയാണ്, 1. 2 എന്നുള്ളത് 3 ആയി, ഡെൽറ്റ എക്സ് 3. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കാണാൻ പറ്റും, MRS കാണാൻ പറ്റും, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണാൻ പറ്റും, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റും. ഈ MRS എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. MRS എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. അതായത് ഇവിടെ ഓരോ യൂണിറ്റ് കൂടുതലായിട്ട് ഗുഡ് എക്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ് വൈ എന്ന് പറയുന്നത് വേണ്ട വെക്കണേന്റെ ആ നിരക്ക്, ആ വേണ്ട വെക്കണേന്റെ ആ അളവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ച് വരുന്നുണ്ട്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറയ്ക്കാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കമ്മോഡിറ്റി നമ്മൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതോറും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ആ അഡീഷണൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ആ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള ആ ഒരു കാര്യം കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ ഗുഡ് എക്സ് ഓരോ യൂണിറ്റ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതോറും നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. ഇവിടെയാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഈ ഗുഡ് വൈയുടെ അളവ് കുറയ്ക്കും തോറും നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, ഈ ഗുഡ് വൈന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും,
ഇവിടെ കൂടാനും തുടങ്ങും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറഞ്ഞു വരുന്ന മാർജിനൽ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരിക, കൂടുതലായിട്ട് എക്സ് വാങ്ങുന്നതോറും കുറഞ്ഞു വരിക. അപ്പൊ ഈ കുറഞ്ഞു വരുന്ന മാർജിനൽ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു റേഷണൽ കൺസ്യൂമർ എന്ത് ചെയ്യില്ല, നമ്മൾ ഇവിടെ കൂടുതൽ വസ്തു വേണ്ടാന്ന് വെക്കില്ല. അപ്പൊ ഈ വസ്തു വേണ്ട വെക്കുന്നതിന്റെ അളവ് എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് വരും. കാരണം ഇവിടെ കൂടുതൽ സാധനം കിട്ടുന്നതോറും ഇതിന്റെ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഇവിടെ ഓരോ യൂണിറ്റ് നമ്മൾ കുറയ്ക്കുന്തോറും ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വേണ്ട വെക്കുന്നതിന്റെ അളവ് എന്ത് ചെയ്യും, വേണ്ട വെക്കുന്നതിന്റെ അളവ് നമ്മൾ കുറയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ ഈ MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, കുറയാനുള്ള കാരണം. ഇങ്ങനെ ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുന്നതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് അപജയ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് നിയമം എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുക. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയാ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഈ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാൻ പോവുകയാണ്. അതായത് ഈ കോമ്പിനേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചു നോക്കാം. അപ്പൊ ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കിയോ. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ ഗുഡ് എക്സ് ആണ് കാണിക്കുന്നത്. ഗുഡ് എക്സ്, അതായത് എക്സ് എന്ന വസ്തുവിന്റെ അളവാണ് നമ്മൾ എക്സ് ആക്സിസിൽ കാണിക്കുന്നത്. വൈ ആക്സിസിൽ നമ്മൾ ഗുഡ് വൈയും കാണിക്കും. വൈ ആക്സിസിൽ ഗുഡ് വൈയും ആണ് കാണിക്കുന്നത്. ആദ്യത്തെ കോമ്പിനേഷനിൽ എ എന്നുള്ള കോമ്പിനേഷനിൽ ഗുഡ് എക്സിന്റെ അളവ് എത്രയാണ്? ഗുഡ് എക്സിന്റെ അളവ് 1 യൂണിറ്റ് ആണ്. ഗുഡ് വൈയുടെ അളവ് 7 യൂണിറ്റ് ആണ്. നമുക്ക് അത് ഇവിടെ മാർക്ക് ചെയ്യാം. അതായത് 1 യൂണിറ്റ് ഗുഡ് എക്സും 7 യൂണിറ്റ് ഗുഡ് വൈയും ഇവിടെയാണ് വരുന്നത്. അടുത്തത് രണ്ടാമത്തെ കോമ്പിനേഷനിൽ ബി എന്നുള്ള കോമ്പിനേഷനിൽ നമ്മൾ എത്ര യൂണിറ്റ് എക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു? 2 യൂണിറ്റ് എക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈ എത്രയായി കുറച്ചിട്ടുണ്ടായിരുന്നു? 4 യൂണിറ്റ് ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് 4 യൂണിറ്റ് വൈയും 2 യൂണിറ്റ് എക്സും, 4 യൂണിറ്റ് വൈയും 2 യൂണിറ്റ് എക്സും ഇവിടെ വന്നു. അതേപോലെ തന്നെ അടുത്ത സി എന്നുള്ള കോമ്പിനേഷനിൽ നമ്മൾ ഗുഡ് എക്സിന്റെ അളവ് 3 യൂണിറ്റ് ആയിട്ട് കൂട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗുഡ് വൈയുടെ അളവ് കുറച്ചിട്ടുണ്ടായിരുന്നു, 2 യൂണിറ്റ് ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് 3 2 ആണ്. 3 യൂണിറ്റ് എക്സും 2 യൂണിറ്റ് വൈയും ഇവിടെ വന്നു. നാലാമത്തെ കോമ്പിനേഷനിൽ, അതായത് ഡി എന്നുള്ള കോമ്പിനേഷനിൽ നമ്മൾ ഗുഡ് എക്സ് 4 യൂണിറ്റ് വാങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗുഡ് വൈയുടെ അളവ് കുറച്ചു, 1 യൂണിറ്റ് ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ 4 1. ഇതിനെ നമുക്ക് ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കർവിനെയാണ് എന്തെന്ന് പറയുക, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. നമുക്ക് IC എന്ന് ചുരുക്കിയിട്ട് പറയാം കേട്ടോ. അതായത് ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്താണ്? ഇപ്പൊ നമുക്ക് വരച്ചപ്പോൾ വലിയ ഷേപ്പ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇത് നമുക്ക് നേരെ നമ്മൾക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദ ഒറിജിനാ കിട്ടുക. അതായത് കോൺവെക്സ് ഷേപ്പാണ് കിട്ടുക. കോൺവെക്സ് ഷേപ്പാണ് ഈ IC കർവിന് കിട്ടുക. അപ്പൊ ഈ IC കർവിന് കോൺവെക്സ് ഷേപ്പ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ MRS, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന MRS ഉണ്ടായിരുന്നല്ലോ, അത് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ IC കർവിന്, ഇൻഡിഫറൻസ് കർവിന് കോൺവെക്സ് ഷേപ്പ് കിട്ടാനുള്ള കാരണം. അതായത് ഈ MRS കുറയുകൊണ്ട് നമ്മുടെ IC കർവിന് എന്ത് ഷേപ്പേ കിട്ടുള്ളൂ, കോൺവെക്സ് ഷേപ്പേ കിട്ടുള്ളൂ. പക്ഷെ ചില റെയർ കേസസിൽ, അതായത് ചില സമയത്ത് എന്ന് പറയുന്നത് ഈ MRS എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും, MRS കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, MRS കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺവെക്സ് ഷേപ്പ് എന്തായിട്ട് മാറും, കോൺകേവ് ഷേപ്പ് ആയിട്ട് മാറും. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതേപോലെ തന്നെ MRS സ്ഥിരമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ ഒരു ലീനിയർ കർവ് ആയിട്ടാണ് IC കർവ് കിട്ടുക. അതൊക്കെ റെയർ കേസ് ആണ്. പക്ഷെ നമുക്ക് എപ്പോഴും കിട്ടുന്ന IC കർവിന് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ഷേപ്പ് ആയിരിക്കും, ഈ കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. കാരണം എന്താണ്, നമ്മുടെ ഈ MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുന്നതാണ് ഈ IC കർവിന് കോൺവെക്സ് ഷേപ്പ് കിട്ടാനുള്ള കാരണം. അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഇൻഡിഫറൻസ് കർവ്? നമ്മളിപ്പോൾ ഇവിടെ ഇൻഡിഫറൻസ് കർവ് വരച്ചു, ഓരോ കോമ്പിനേഷനും വെച്ച് നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് all combinations of two goods that gives the same level of satisfaction to the consumer. അതായത് നമുക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുന്ന 2 വസ്തുക്കളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസിനെ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ, ലോക്കസ് ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കർവിനെയാണ് എന്തെന്ന് പറയുക, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുക. അതായത് ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് all combinations of two goods which gives
ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. അതായത് ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് കമ്മോഡിറ്റിയുടെ, രണ്ട് വസ്തുക്കളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസിനെ, എ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, ബി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, സി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, ഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ, ഇതൊക്കെ എന്താണ് കൺസ്യൂമറിന് തരുന്നത്? ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് തരുന്നത്. ഇങ്ങനെ ഈ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാ. ഈ ഇൻഡിഫറൻസ് കർവിൽ ഏതൊരു ഭാഗത്തും, അതായത് എ എന്നുള്ള കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്, ബി എന്നുള്ള കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്, സി എന്നുള്ള കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്, ഡി എന്നുള്ള കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്, ഇതിൽ ഏതൊരു ഭാഗത്തും നമ്മുടെ കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും, ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം എന്താ? ഒരു വസ്തു കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു വസ്തുവിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇതിൽ ഏത് പർച്ചേസ് ചെയ്താലും, ഏത് ബണ്ടിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും കൺസ്യൂമറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒന്നിന്റെ അളവ് കുറയ്ക്കുമ്പോൾ മറ്റേതിന്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നിന്റെ അളവ് കുറയ്ക്കൊന്നും ചെയ്യാതെ അടുത്തതിൽ കൂടുതൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞായിരുന്നു? മോണോട്ടോണിക് പ്രിഫറൻസ് എന്നാണ്. പക്ഷെ ഇവിടുത്തെ ബണ്ടിൽ എന്ന് പറയുന്നത് ഇൻഡിഫറന്റ് ആണ്. അങ്ങനെ ഈ ഇൻഡിഫറന്റ് ആയിട്ടുള്ള ഈ കോമ്പിനേഷൻസിനെ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. ഇവിടെ നമ്മൾ വരച്ചപ്പോൾ കിട്ടിയ ഇൻഡിഫറൻസ് കർവിന് എന്ത് ഷേപ്പാണ് കിട്ടിയത്? കോൺവെക്സ് ഷേപ്പാണ് കിട്ടിയത്. അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ MRS കുറയുന്നതാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്. ഈ MRS കുറയാനുള്ള കാരണം എന്താ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഈ MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയാനുള്ള കാരണം. ഇങ്ങനെ ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട IC കർവിന് എന്ത് ഷേപ്പാണ്? കോൺവെക്സ് ഷേപ്പാണ്. പക്ഷെ എല്ലാ സമയത്തും നമ്മൾ IC കർവിന് കോൺവെക്സ് ഷേപ്പാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും? നമ്മുടെ MRS ഡിപ്പെൻഡ് ചെയ്തിരിക്കും.